ഈ 3 സ്ത്രീകൾ തുളസിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം അത് വലിയ പാപമാണെന്ന് അറിഞ്ഞിരിക്കുക. ശ്രീകൃഷ്ണൻ എന്തു പറയുന്നുവെന്ന് നോക്കൂ. സുഹൃത്തുക്കളെ, ഒരിക്കൽ ദേവി സത്യഭാമ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു: ഓ പ്രഭോ, മുമ്പ് നിങ്ങൾ എനിക്ക് തുളസിക്ക് വെള്ളം ഒഴിക്കുന്നതിന്റെയും തുളസിയുടെ അടുത്ത് ദീപം കൊളുത്തുന്നതിന്റെയും മഹത്വം പറഞ്ഞു തന്നു. എന്നാൽ ഓ പ്രഭോ, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു തുളസിക്ക് വെള്ളം ഒഴിക്കുന്നതിനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ. ഏത് സ്ത്രീക്ക് തുളസിക്ക് വെള്ളം ഒഴിക്കാം, ഏത് സ്ത്രീക്ക് ഒഴിക്കാൻ പാടില്ല, ഈ വിഷയത്തിൽ എനിക്ക് ജ്ഞാനം നൽകൂ ഭഗവാനെ. ശ്രീകൃഷ്ണൻ പറയുന്നു: ഓ സത്യഭാമേ, ഇന്ന് നീ വളരെ നല്ല ചോദ്യമാണ് ചോദിച്ചത്. തുളസിക്ക് വെള്ളം ഒഴിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ആ നിയമങ്ങൾ പാലിച്ച് മാത്രമേ തുളസിക്ക് വെള്ളം ഒഴിക്കാവൂ. ആരെങ്കിലും ഈ നിയമങ്ങൾ പാലിക്കാതെ ചെയ്താൽ അവർക്ക് വലിയ പാപം വരും. ദേവി ലക്ഷ്മി അവരുടെ വീട് വിട്ടുപോകും. ഓ പ്രിയേ, ഇന്ന് ഞാൻ 3 സ്ത്രീകളെക്കുറിച്ച് പറയാം. അവർ തുളസിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ സ്ത്രീകൾ തുളസിക്ക് വെള്ളം ഒഴിച്ചാൽ ഒരു ശുഭഫലവും ലഭിക്കില്ല, പകരം വലിയ പാപം വരും. തുളസിക്ക് വെള്ളം ഒഴിക്കുന്ന നിയമങ്ങൾ പറയുന്നതിനു മുമ്പ്, ഓ ദേവി, ഞാൻ നിനക്ക് സുനന്ദയുടെ പുരാതന ചരിത്രം പറയാം. ഇത് ശ്രദ്ധയോടെ കേൾക്കുക. ഏതെങ്കിലും സ്ത്രീ ഈ പുരാതന കഥ കേട്ടാൽ അവർക്ക് 100 വർഷത്തെ തുളസിക്ക് വെള്ളം ഒഴിച്ചാൽ പുണ്യം ലഭിക്കും. ഈ കഥ ശ്രദ്ധയോടെ കേൾക്കുന്നവരുടെ ദുരിതങ്ങൾ നശിക്കുകയും ദാരിദ്ര്യം ഇല്ലാതാവുകയും ചെയ്യും. ദേവി സത്യഭാമ പറയുന്നു: ഓ സ്വാമി, അങ്ങയുടെ മുഖത്തുനിന്ന് ഈ കഥ കേൾക്കുന്നത് വലിയ ഭാഗ്യമാണ്. ദയവായി എനിക്ക് ആ കഥ പറഞ്ഞു തരൂ. ഞാൻ ശ്രദ്ധയോടെ മുഴുവൻ കേൾക്കാം. സുഹൃത്തുക്കളെ, അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവി സത്യഭാമയോട് ആ കഥ പറയാൻ തുടങ്ങി. ഈ കഥ നിങ്ങൾ ശ്രദ്ധയോടെ മുഴുവൻ കേൾക്കുക, കാരണം പാതിവഴിയിൽ കേൾക്കുന്നത് അപകടകരമായേക്കാം. അപ്പോൾ ആ കഥ എന്തെന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു: ഓ ദേവി സത്യഭാമ, പണ്ടുകാലത്ത് ദക്ഷിണദേശത്ത് ഒരു മനോഹരമായ നഗരം ഉണ്ടായിരുന്നു. ആ നഗരത്തിൽ സുദേവ് എന്നൊരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. സുദേവ് വളരെ ബുദ്ധിമാനും ശാസ്ത്രങ്ങളിൽ പണ്ഡിതനും വേദങ്ങൾ പഠിച്ചവനുമായിരുന്നു. അതേ നഗരത്തിന് സമീപം ഒരു നഗരമുണ്ടായിരുന്നു. അവിടെ ധ്യാൻ എന്ന വിദ്വാനായ ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് സുനന്ദ എന്നൊരു മകളുണ്ടായിരുന്നു. ധ്യാൻ ശർമ്മ തന്റെ മകളെ വളരെ ലാളിച്ചാണ് വളർത്തിയത്. സുനന്ദ വളരെ സുന്ദരിയും സദ്ഗുണവതിയുമായിരുന്നു. സുനന്ദ വിവാഹപ്രായമെത്തിയപ്പോൾ ധ്യാൻ ശർമ്മയ്ക്ക് തന്റെ മകളുടെ വിവാഹത്തെക്കുറിച്ച് ചിന്ത തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു: ഓ പ്രിയേ, നമ്മുടെ മകൾ ഇപ്പോൾ വലുതായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവളുടെ വിവാഹം നടത്തണം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു: ഓ സ്വാമി, എന്റെ മനസ്സിൽ ഒരു വിദ്വാനായ ബ്രാഹ്മണനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സുദേവ്. ഞാൻ പറയുന്നു, നമ്മുടെ മകളുടെ വിവാഹം അദ്ദേഹവുമായി നടത്താം. അദ്ദേഹവുമായി വിവാഹം ചെയ്താൽ നമ്മുടെ മകൾ സന്തോഷത്തോടെ ജീവിക്കും. ധ്യാൻ ശർമ്മ പറഞ്ഞു: ഓ പ്രിയേ, നീ ശരിയാണ് പറഞ്ഞത്. ഞാൻ സുദേവിനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മകളെ അവനെ വിവാഹം കഴിക്കാം. ഞാൻ നാളെ അവന്റെ അടുത്ത് പോയി വിവാഹാലോചന നടത്തും. അടുത്ത ദിവസം ധ്യാൻ ശർമ്മ സുദേവിന്റെ വീട്ടിലേക്ക് പോകുന്നു. സുദേവ് വീട്ടിൽ തന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയായിരുന്നു. ധ്യാൻ ശർമ്മ സുദേവ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് കണ്ട് വളരെ സന്തോഷിക്കുന്നു. അവൻ ചിന്തിക്കുന്നു: വാഹ്, ഈ ബ്രാഹ്മണൻ എത്ര വലിയവനാണ്, തന്റെ മാതാപിതാക്കളെ സന്തോഷത്തോടെ ശുശ്രൂഷിക്കുന്നു. സുദേവ് ധ്യാൻ ശർമ്മയെ വാതിൽക്കൽ കണ്ട് സ്വാഗതം ചെയ്യുന്നു. ഓ വിപ്ര പാദരവിന്ദി, നിങ്ങൾക്ക് സ്വാഗതം. പറയൂ, ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കും? സുദേവിന്റെ അതിഥി സൽക്കാരം കണ്ട് ധ്യാൻ ശർമ്മ വളരെ
സന്തോഷിക്കുന്നു. അവൻ കാണുന്നു സുദേവിന്റെ വീട് വളരെ പവിത്രവും വൃത്തിയുള്ളതുമാണ്. വീടിനു മുന്നിൽ തുളസിച്ചെടിയുണ്ട്. വീടിനുള്ളിൽ ഭഗവാൻ വിഷ്ണുവിന്റെ പ്രതിമയുണ്ട്. ഇത് ധ്യാൻ ശർമ്മയ്ക്ക് വിശ്വാസം നൽകുന്നു. സുദേവ് തന്റെ മകൾക്ക് ഏറ്റവും നല്ല വരനാണെന്ന് അപ്പോൾ ധ്യാൻ ശർമ്മ സുദേവിനോട് പറയുന്നു, ഓ വിപ്ര, ഇന്ന് ഞാൻ എന്റെ മകളുമായുള്ള നിങ്ങളുടെ വിവാഹാലോചനയുമായി വന്നിരിക്കുകയാണ്. എന്റെ മകൾക്ക് നിങ്ങളെപ്പോലെ ഒരു ഉത്തമനായ വരനെ മറ്റെവിടെയും ലഭിക്കില്ല. സുദേവിന്റെ മാതാപിതാക്കളും ഈ വാക്കുകൾ കേട്ട് സന്തോഷിക്കുന്നു. അവർ സുദേവിനെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നു. സുദേവും വിവാഹത്തിന് തയ്യാറാകുന്നു. വിവാഹമുഹൂർത്തം നിശ്ചയിച്ച് ഒരു പുണ്യസ്ഥലത്ത് സുദേവിന്റെയും സുനന്ദയുടെയും വിവാഹം നടക്കുന്നു. സുനന്ദയുടെ മനോഹരമായ രൂപം കണ്ട് സുദേവ് വളരെ സന്തോഷിക്കുന്നു. സുനന്ദ വളരെ ഗുണവതിയും ചരിത്രവതിയുമാണ്. വിവാഹശേഷം സുനന്ദ സുദേവിന്റെ വീട്ടിലേക്ക് വരുന്നു. തന്റെ ഭർത്താവിന്റെ അമ്മായിയമ്മമാരെ ഒരുപാട് സേവിക്കുന്നു. തന്റെ മധുരമായ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും മനസ്സുകൾ കീഴടക്കുന്നു. സുനന്ദയുടെ അമ്മായിയമ്മമാരും അവളുടെ പ്രവൃത്തികളിൽ വളരെ സംതൃപ്തരാണ്. സുനന്ദ എല്ലാ ദിവസവും തന്റെ ഭർത്താവിനേക്കാൾ മുൻപേ എഴുന്നേറ്റ് വീടിന്റെ മുറ്റം വൃത്തിയാക്കുന്നു. വീടിന്റെ അകവും വൃത്തിയാക്കി കുളിക്കുന്നു. കുളിച്ചതിനു ശേഷം എല്ലാ ദിവസവും തുളസിക്ക് വെള്ളം ഒഴിക്കുന്നു. പൂജാമുറിയിൽ പോയി ഭഗവാൻ വിഷ്ണുവിനും മാതാ ലക്ഷ്മിക്കും പൂജ ചെയ്യുന്നു. അതിനുശേഷം ഭക്ഷണം പാകം ചെയ്ത് അതിൽ തുളസിയിലകൾ ചേർത്ത് ഭഗവാൻ വിഷ്ണുവിന് നിവേദ്യം അർപ്പിക്കുന്നു. അപ്പോൾ തന്റെ ഭർത്താവിന് ഭക്ഷണം നൽകി അതിനുശേഷം താൻ കഴിക്കുന്നു. രാത്രി ഭർത്താവിന്റെ പാദങ്ങൾ തിരുമ്മി അദ്ദേഹം ഉറങ്ങിയതിനു ശേഷം താൻ ഉറങ്ങുന്നു. സുനന്ദയിൽ പതിവ്രതയായ സ്ത്രീയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അവൾ തന്റെ ഭർത്താവിനെ പരമേശ്വരനായി കണ്ട് സേവിക്കുന്നു. സുനന്ദ തന്റെ ഭർത്താവിനെയല്ലാതെ മറ്റൊരു പുരുഷനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അവൾ സത്യധർമ്മം പാലിക്കുന്നവളും ധർമ്മ കാര്യങ്ങൾ ചെയ്യുന്നവളും പവിത്രയായ സ്ത്രീയാണ്. അവൾ ഒരിക്കലും അശുഭകരമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. സുനന്ദയുടെ സാത്വികവും ലളിതവുമായ സ്വഭാവം കണ്ട് മാതാ ലക്ഷ്മി പോലും അവളോട് ദയ കാണിച്ചു. മാതാ ലക്ഷ്മി സ്വയം അവളുടെ വീട്ടിൽ വന്ന് താമസമാക്കി. ഇതോടെ സുനന്ദയുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വർദ്ധിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, ഓ ദേവി സത്യഭാം, ദേവി ലക്ഷ്മി പതിവ്രതകളായ സ്ത്രീകളിൽ മാത്രമേ തന്റെ കൃപാദൃഷ്ടി ചൊരിയൂ. സത്യവും ധർമ്മവും പാലിക്കുന്നവരിൽ സുനന്ദയ്ക്ക് അത്തരം എല്ലാ ഗുണങ്ങളുമുണ്ട്. ഒരു ഉത്തമ പതിവ്രതയായ സ്ത്രീയുടെ ഗുണങ്ങൾ. എന്നാൽ ആദ്യം ഞാൻ പറയാം, സുനന്ദ ഒരു ചെറിയ തെറ്റ് ചെയ്തുകൊണ്ട് ദേവി ലക്ഷ്മി എങ്ങനെ അവളുടെ വീട് ഉപേക്ഷിച്ചു പോയി എന്ന്. ഒരു ദിവസം സുനന്ദയുടെ ഭർത്താവ് വളരെ കാമാതുരനായി രാവിലെ കുളിച്ച ശേഷം സുനന്ദയുടെ അടുത്ത് വന്ന് അവളോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇതോടെ സുനന്ദയുടെ ശരീരം അശുദ്ധമായി. എന്നാൽ സുനന്ദയുടെ മനസ്സും കാമത്തിന്റെ സ്വാധീനത്തിലായിരുന്നു. അതുകൊണ്ടാണ് അവൾ തന്റെ ദിനചര്യകൾ മറന്നുപോയത്. ഭർത്താവുമായി ബന്ധപ്പെട്ട ശേഷം കുളിക്കാതെ തന്നെ തുളസിയെ തൊട്ട് വെള്ളം ഒഴിച്ചു. ഇതോടെ സുനന്ദയുടെ ശരീരത്തിൽ മഹാമോഹം പ്രവേശിച്ചു. സുനന്ദയുടെ ഇന്ദ്രിയങ്ങളെല്ലാം തലകീഴായി മാറി. സുനന്ദയുടെ ശരീരത്തിൽ മഹാമോഹം പ്രവേശിച്ചയുടൻ ദേവി ലക്ഷ്മി സുനന്ദയുടെ വീട് വിട്ടുപോയി. അന്നുമുതൽ സുനന്ദയുടെ ശരീരത്തിൽ വസിച്ചിരുന്ന മഹാമോഹം അവളെ എല്ലാ ധാർമ്മിക കാര്യങ്ങളിൽ നിന്നും അകറ്റി. ഇതിന്റെ വിപരീത ഫലം സുനന്ദയുടെ ഭർത്താവിനെയും ബാധിച്ചു. അവനും എപ്പോഴും കാമാതുരനായി സുനന്ദയോടൊപ്പം വിഹരിക്കാൻ തുടങ്ങി. അവന്റെ മനസ്സ് എപ്പോഴും കാമവാസനയിൽ ആയിരുന്നു. ഒരു ദിവസം സുനന്ദയുടെ ഭർത്താവ് എല്ലാ അതിരുകളും കടന്ന് സുനന്ദ ആർത്തവത്തിലായിരുന്നപ്പോഴും അവളുമായി ബന്ധപ്പെട്ടു. ഇതോടെ സുനന്ദയുടെ ശരീരത്തിലുണ്ടായിരുന്ന ബ്രഹ്മഹത്യാ പാപം അവന്റെ ശരീരത്തിൽ പ്രവേശിച്ചു. ഓ ദേവി സത്യഭാമ, സ്ത്രീ ആർത്തവത്തിലായിരിക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ
3 ദിവസം ബ്രഹ്മഹത്യാ പാപം വസിക്കും. കാരണം ബ്രഹ്മാവ് ഇന്ദ്രന്റെ ശരീരത്തിൽ നിന്ന് ബ്രഹ്മഹത്യ പാപത്തെ എടുത്ത് വൃക്ഷങ്ങൾ, വെള്ളം, അഗ്നി, അപ്സരസ്സുകൾ എന്നിവയെ സ്വീകരിക്കാൻ പറഞ്ഞു. അന്ന് മുതൽ സ്ത്രീകളുടെ ശരീരത്തിൽ ആർത്തവ സമയത്ത് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകും. ഏത് പുരുഷൻ ആർത്തവ സമയത്ത് സ്ത്രീയെ സ്പർശിച്ചാലും അല്ലെങ്കിൽ ബന്ധപ്പെട്ടാലും ആ പാപം അവന്റെ ശരീരത്തിൽ പ്രവേശിക്കും. അതേ ബ്രഹ്മഹത്യാ പാപം സുനന്ദയുടെ ഭർത്താവിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് അവൻ നിലത്ത് വീണു. അവന് തൽക്ഷണം കുഷ്ഠരോഗം വന്നു. അവന്റെ അവയവങ്ങൾ കത്തിക്കൊണ്ടിരുന്നു. ശരീരത്തിൽ കുമിളകൾ പ്രത്യക്ഷപ്പെട്ടു. അവൻ വേദന കൊണ്ട് നിലവിളിക്കുകയായിരുന്നു. ഹായ്, എനിക്കെന്ത് തെറ്റാണ് സംഭവിച്ചത്? ഞാൻ ഭയങ്കരമായ പാപം ചെയ്തു. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ വലിയ പാപം ചെയ്തു. ഇപ്പോൾ എന്നെ ആര് രക്ഷിക്കും? സുനന്ദയുടെ അമ്മായി ഉടൻ തന്നെ അവിടെയെത്തി തന്റെ മകൻ കോഴി രോഗം ബാധിച്ച് നിലത്ത് കിടക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ സുനന്ദയോട് പറഞ്ഞു, അരേ കുലട, അരേ പാപിനി, നീ എന്ത് ചെയ്തു? നിന്റെ സ്വന്തം ഭർത്താവിന്റെ ധർമ്മത്തെ നീ നശിപ്പിച്ചു. തന്റെ ഭർത്താവിന്റെ ആ അവസ്ഥ കണ്ട് സുനന്ദ വളരെ ഭയന്ന് ഉറക്കെ കരഞ്ഞു. ഓ അമ്മായി, എന്നെ ക്ഷമിക്കൂ, എനിക്ക് വളരെ വലിയ തെറ്റാണ് സംഭവിച്ചത്. കാമവാസനയിൽ പെട്ട് എനിക്ക് ഈ തെറ്റ് സംഭവിച്ചു. സുനന്ദയുടെ അമ്മായി പറഞ്ഞു, ഓ പാപിനി, നീ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ പോകണം. നിന്നെപ്പോലുള്ള ഒരു കുലട സ്ത്രീ വീട്ടിൽ ഉണ്ടാകരുത്. നീ എന്റെ മകന്റെ ജീവിതം നരകമാക്കി. സുനന്ദ പറഞ്ഞു, ഓ അമ്മായി, ഞാൻ എവിടെ പോകാനാണ്? എനിക്ക് പോകണം. എന്റെ ഭർത്താവല്ലാതെ എനിക്ക് മറ്റാരുമില്ല. അവരെ വിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അമ്മായി പറയുന്നു, നീ എവിടെയെങ്കിലും പോയി മരിച്ചോളൂ, പക്ഷേ ഇപ്പോൾ നീ ഈ വീട്ടിൽ നിൽക്കരുത്. ഇത് പറഞ്ഞ് സുനന്ദയുടെ അമ്മായി അവളെ തള്ളി വീടിന് പുറത്താക്കുന്നു. സുനന്ദ ദുഃഖിതയായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. തന്റെ തെറ്റിൽ അവൾക്ക് വലിയ പശ്ചാത്താപം തോന്നുന്നു. അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയാതെ നടന്ന് ഒരു കാട്ടിലേക്ക് പോകുന്നു. ആ കാട്ടിൽ ഒരു സന്യാസിയുടെ ആശ്രമമുണ്ട്. അപ്പോൾ അവൾ സഹായത്തിനായി ആശ്രമത്തിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ ആരുമില്ല. സുനന്ദ ആശ്രമത്തിൽ ഇരുന്ന് തന്റെ തെറ്റുകളെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുന്നു. കുറച്ചു സമയത്തിനു ശേഷം ആശ്രമത്തിലെ ഒരു ഋഷി വരുന്നു. അവർ ഒരു സ്ത്രീയെ തന്റെ ആശ്രമത്തിൽ ദുഃഖിതയായി ഇരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുന്നു. അടുത്തു വന്ന് ചോദിക്കുന്നു, ഓ കല്യാണി, നീ ആരാണ്? ഈ സ്ഥലത്ത് ഒറ്റയ്ക്ക് എന്തിനാണ് ഇരിക്കുന്നത്? നിന്റെ ദുഃഖത്തിന് കാരണം എന്താണ്? അപ്പോൾ ആ സ്ത്രീ പറയുന്നു, ഓ മുനിവര, എന്റെ പേര് സുനന്ദ. ഞാൻ ഒരു വലിയ പാപം ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് വേർപെട്ട് ഇവിടെ വന്നത്. ഋഷി പറയുന്നു, ഓ ദേവി, നീ എന്താണ് പറയുന്നത്? നീ എന്ത് പാപമാണ് ചെയ്തെന്ന് എനിക്ക് വിശദമായി പറയൂ. ഞാൻ നിന്നെ സഹായിക്കാൻ ശ്രമിക്കാം. സുനന്ദ പറയുന്നു, ഓ മുനിവര, ഞാൻ ഒരു വലിയ പാപം ചെയ്തു. ആർത്തവ സമയത്ത് ഞാൻ ഭർത്താവുമായി ബന്ധപ്പെട്ടു. അതുകൊണ്ടാണ് എന്റെ ഭർത്താവിന് കുഷ്ഠരോഗം വന്ന് ദുരിതം അനുഭവിക്കുന്നത്. ഋഷി പറയുന്നു, മോളെ, നീ വിഷമിക്കരുത്. നീ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യൂ. നിനക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കും. നീ ഈ ആശ്രമത്തിൽ ഇരുന്ന് ഭഗവാൻ വിഷ്ണുവിനെ പൂജ ചെയ്യുക. തുളസിക്ക് ദിവസവും വെള്ളം ഒഴിക്കുക. ഗോമാതാവിനെ സേവിക്കുക. നിന്റെ ഭർത്താവ് ഉടൻ സുഖം പ്രാപിക്കും. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, ഓ മുനിവര, എന്റെ പേര് സുനന്ദ. ഞാൻ ഒരു വലിയ പാപം ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് വേർപെട്ട് ഇവിടെ വന്നത്. ഋഷി പറയുന്നു, ഓ ദേവി, നീ എന്താണ് പറയുന്നത്? നീ എന്ത് പാപമാണ് ചെയ്തതെന്ന് എനിക്ക് വിശദമായി പറയൂ. ഞാൻ നിന്നെ സഹായിക്കാൻ ശ്രമിക്കാം. സുനന്ദ പറയുന്നു, ഓ മുനിവര, ഞാൻ ഒരു വലിയ പാപം ചെയ്തു. ആർത്തവ സമയത്ത് ഞാൻ ഭർത്താവുമായി ബന്ധപ്പെട്ടു. അതുകൊണ്ടാണ് എന്റെ ഭർത്താവിന് കുഷ്ഠരോഗം വന്ന് ദുരിതം
അനുഭവിക്കുകയായിരുന്നു. ഋഷി പറഞ്ഞു, മകളെ, നീ വിഷമിക്കേണ്ട, നീ ചെയ്ത് പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുക. നിനക്ക് പാപത്തിൽ നിന്നും മോചനം ലഭിക്കും. നീ ഈ ആശ്രമത്തിൽ ഇരുന്ന് ഭഗവാൻ വിഷ്ണുവിനെ പൂജിക്കുക. തുളസിക്ക് ദിവസവും വെള്ളം ഒഴിക്കുക. ഗോമാതാവിനെ സേവിക്കുക. നിന്റെ ഭർത്താവിന് ഉടൻ സുഖം പ്രാപിക്കും. അപ്പോൾ സുനന്ദ അവിടെ ആശ്രമത്തിൽ താമസിച്ച് ഭഗവാൻ വിഷ്ണുവിനെ നിത്യവും പൂജിക്കാൻ തുടങ്ങി. ദിവസവും കുളിച്ച് ബ്രഹ്മചര്യം പാലിച്ച് തുളസിക്ക് വെള്ളം ഒഴിക്കുന്നു. തുളസി ഇലകൾ വെച്ച് ഭഗവാൻ വിഷ്ണുവിന് ഭോഗം അർപ്പിക്കുന്നു. പിന്നീട് പശുക്കൾക്ക് തീറ്റ കൊടുത്ത് അവരെ സേവിക്കുന്നു. പകൽ മുഴുവൻ ഭഗവാൻ വിഷ്ണുവിന്റെ മൂർത്തിക്ക് മുന്നിൽ ഇരുന്ന് ഭക്തി ചെയ്യുന്നു. ഇങ്ങനെ ഒരു വർഷം കടന്നുപോകുന്നു. ഭഗവാൻ വിഷ്ണു സുനന്ദയുടെ ദൃഢമായ നിഷ്കളങ്ക ഭക്തിയിൽ വളരെ പ്രസന്നനാകുന്നു. അവൾക്ക് സാക്ഷാത് ദർശനം നൽകുന്നു. ഭഗവാൻ വിഷ്ണുവിനെ തന്റെ മുന്നിൽ കണ്ടപ്പോൾ സുനന്ദ പലതവണ പ്രണമിക്കുന്നു. അപ്പോൾ ഭഗവാൻ വിഷ്ണു സുനന്ദയോട് പറയുന്നു, ഓ പുത്രി, നീ വളരെ ശ്രദ്ധയോടും ഭക്തിഭാവത്തോടും കൂടി എന്നെ ആരാധിച്ചു. അതുകൊണ്ട് ഞാൻ നിന്നിൽ പ്രസന്നനാണ്. പറയൂ, നിനക്കെന്താണ് വേണ്ടത്? സുനന്ദ പറയുന്നു, ഓ പ്രഭോ, ദയവായി പറയൂ, എന്റെ ഏത് തെറ്റ് കാരണമാണ് എന്റെ ഉള്ളിൽ കാമം കുടികൊണ്ടത്? അതുകൊണ്ട് ഞാൻ ഒരു വലിയ പാപം ചെയ്തു. എന്റെ ഭർത്താവിന് കുഷ്ഠരോഗം വന്നു. ഭഗവാൻ വിഷ്ണു പറയുന്നു, ഓ പുത്രി, ഇപ്പോൾ ശ്രദ്ധയോടെ കേൾക്കൂ. നീ അറിയാതെ ഒരു പാപം ചെയ്തു. അതുകൊണ്ട് നിന്നിൽ മഹാമോഹം പ്രവേശിച്ചു. ഒരു ദിവസം നീ നിന്റെ ഭർത്താവുമായി ബന്ധപ്പെട്ട ശേഷം കുളിക്കാതെ തുളസിക്ക് വെള്ളം ഒഴിച്ചു. ഭാര്യയും ഭർത്താവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ശരീരം അശുദ്ധമാകും. അങ്ങനെയുള്ള അവസ്ഥയിൽ തുളസിയെ തൊടരുത്. തുളസി ലക്ഷ്മിയുടെ രൂപമാണ്. നീ അശുദ്ധമായ അവസ്ഥയിൽ തുളസിക്ക് വെള്ളം അർപ്പിച്ചു. അതുകൊണ്ട് ദേവി ലക്ഷ്മി നിന്റെ വീട് വിട്ട് പോയി. മഹാമോഹം നിന്നിൽ പ്രവേശിച്ചു. ആ മഹാമോഹം കാരണം നിന്നിലും നിന്റെ ഭർത്താവിലും കാമത്തിന്റെ സ്വാധീനം വർദ്ധിച്ച് ആർത്തവ സമയത്ത് ബന്ധപ്പെട്ടതുകൊണ്ട് നിന്റെ ഭർത്താവിന് കുഷ്ഠരോഗം വന്നു. സുനന്ദ പറയുന്നു, ഓ പ്രഭോ, അറിയാതെ എനിക്ക് ഈ വലിയ പാപം സംഭവിച്ചു. ഇപ്പോൾ ഈ പാപത്തിനുള്ള പ്രായശ്ചിത്തം എന്താണ്? ഭഗവാൻ വിഷ്ണു പറയുന്നു, ഓ സുനന്ദ, ഈ പാപത്തിനുള്ള പ്രായശ്ചിത്തം നീ ഒരു വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നീ പാപത്തിൽ നിന്ന് മുക്തി നേടിയത്. സുനന്ദ ചോദിക്കുന്നു, ഓ പ്രഭോ, ദയവായി പറയുക, ഏത് അവസ്ഥയിലാണ് തുളസിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ലാത്തത്? തുളസിക്ക് വെള്ളം ഒഴിക്കുന്നതിനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്? ഭഗവാൻ വിഷ്ണു പറയുന്നു, ഓ സുനന്ദ, ഇപ്പോൾ ഞാൻ നിനക്ക് തുളസിക്ക് വെള്ളം ഒഴിക്കുന്നതിനുള്ള നിയമങ്ങൾ പറഞ്ഞുതരാം. ശ്രദ്ധയോടെ കേൾക്കുക. ഓ പുത്രി, തുളസി വളരെ പവിത്രമായ സസ്യമാണ്. ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിന് സാത്വികത ഉണ്ടായിരിക്കണം. ഈ സസ്യത്തെ അശുദ്ധമായ അവസ്ഥയിൽ സ്പർശിക്കാൻ പാടില്ല. ആർത്തവമുള്ള സ്ത്രീകൾ ഈ സസ്യത്തെ സ്പർശിക്കാൻ പാടില്ല. ആർത്തവമുള്ള സ്ത്രീയുടെ ശരീരത്തിൽ ബ്രഹ്മഹത്യാ പാപം ഉണ്ടായിരിക്കും. അത്തരം സ്ത്രീകൾ തുളസിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഏത് സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിന് ശേഷം തുളസി ചെടിയെ സ്പർശിക്കാനോ വെള്ളം ഒഴിക്കാനോ പാടില്ല. ബന്ധത്തിന് ശേഷം ശരീരം അശുദ്ധമാകും. അത്തരം അവസ്ഥയിൽ തുളസിയെ സ്പർശിച്ചാൽ ദോഷം ഉണ്ടാകും. ദേവി ലക്ഷ്മി അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് പോയിക്കളയും. ഓ പുത്രി, ഏത് സ്ത്രീയാണോ തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയത്, വിവാഹ ശേഷം ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷനോടൊപ്പം ജീവിക്കുന്നത്, അങ്ങനെയുള്ള സ്ത്രീ തുളസിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. തുളസി പൂജ ചെയ്യാനുള്ള അധികാരം പതിവ്രതകളായ സ്ത്രീകൾക്ക് മാത്രമാണ്. അസതിയായ സ്ത്രീ തുളസിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഓ സുനന്ദ, ഇപ്പോൾ ഞാൻ നിനക്ക് തുളസിക്ക് വെള്ളം ഒഴിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ പറഞ്ഞു തന്നു. ഇത് മനസ്സിൽ വെച്ചോളൂ. സുനന്ദ പറയുന്നു, ഓ പ്രഭോ, എന്റെ ഭർത്താവ് കുഷ്ഠരോഗം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ദയവായി അവനെ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കുക. ഭഗവാൻ വിഷ്ണു പറയുന്നു, ഓ സുനന്ദ, നീ ഈ തുളസി
വൃക്ഷത്തെ ഒരു വർഷം പൂജിച്ചു. ഇത് വളരെ പവിത്രമായ സസ്യമാണ്. ഇപ്പോൾ ഇതിന്റെ ഇലകൾ കൊണ്ടുപോയി നിന്റെ ഭർത്താവിന് കൊടുക്കുക. അവൻ രോഗത്തിൽ നിന്നും പാപങ്ങളിൽ നിന്നും മുക്തി നേടും. ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ വിഷ്ണു അപ്രത്യക്ഷനാകുന്നു. ഇത് കേട്ട് സുനന്ദ വളരെ സന്തോഷിച്ച് ഭഗവാൻ വിഷ്ണുവിന് പലതവണ പ്രണമിച്ചു നന്ദി പറയുന്നു. പിന്നീട് സുനന്ദ തുളസി ചെടിയിൽ നിന്ന് കുറച്ച് ഇലകൾ പറിച്ചെടുത്ത് വീട്ടിലേക്ക് പോയി തന്റെ ഭർത്താവിന് കൊടുക്കുന്നു. തുളസി ഇലകൾ കഴിച്ചയുടൻ അവൻ പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നു. സുനന്ദയെ അവൻ കെട്ടിപ്പിടിക്കുന്നു. സുനന്ദയുടെ അമ്മായിയും ഈ അത്ഭുതം കണ്ടു വളരെ സന്തോഷിച്ച് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി വെച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, ഓ സത്യഭാമേ, അതുകൊണ്ടാണ് ഈ അവസ്ഥകളിൽ സ്ത്രീകൾ തുളസിക്ക് വെള്ളം ഒഴിക്കരുത്, തൊടരുത്. അല്ലെങ്കിൽ അശുഭകരമായ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. സുനന്ദയ്ക്ക് സംഭവിച്ചതുപോലെ. സുഹൃത്തുക്കളെ, ഇപ്പോൾ തുളസി ചെടിയുമായി ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങൾ മനസ്സിലാക്കാം. ശാസ്ത്രമനുസരിച്ച് തിങ്കൾ, ബുധൻ, ഞായർ ദിവസങ്ങൾ തുളസി ചെടി നടാൻ വളരെ ശുഭകരമായ ദിവസങ്ങളാണ്. എന്നാൽ ഗ്രഹണ സമയത്ത്, അതായത് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം പോലുള്ള ദിവസങ്ങളിൽ തുളസി ചെടി ഒരിക്കലും നടരുത്. തുളസി ചെടി മംഗലത്തിൽ നടുന്നതാണ് ഉത്തമം. വീടിന്റെ പ്രധാന വാതിലിന് മുന്നിൽ മനോഹരമായ ഒരു കലത്തിൽ തുളസി ചെടി നടണം. തുളസി കലശം എപ്പോഴും നിലത്തോ ഉയർന്ന സ്ഥലത്തോ വെക്കണം. എന്നാൽ തൂക്കിയിടരുത്. തുളസി ചെടിയിൽ നല്ല മണ്ണ് ഉപയോഗിക്കണം. അശുഭകരമായ സ്ഥലങ്ങളിലെ മണ്ണ് ഒരിക്കലും തുളസി കലത്തിൽ ഇടരുത്. ഉദാഹരണത്തിന് ശ്മശാനത്തിന് സമീപം. കക്കൂസുകളുടെ മണ്ണ്. ഏത് തുളസി ചെടിയാണോ നമ്മൾ ദിവസവും പൂജ ചെയ്യുന്നത്, അതിനെ ഒരിക്കലും മണ്ണിൽ നടാൻ പാടില്ല. മണ്ണിൽ നട്ടാൽ തുളസി അശുദ്ധമാകും. അതിന്റെ ആകൃതി വലുതാകും. പൂജ ചെയ്യാൻ പ്രയാസമാകും. ആളുകൾ അതിന്റെ കൊമ്പുകൾ ഒടിക്കും. കൂടാതെ ശ്രദ്ധയില്ലെങ്കിൽ മൃഗങ്ങൾ അതിന് നാശം വരുത്തും. തുളസി ചെടി നടാൻ വടക്ക്, വടക്ക്, കിഴക്ക്, കിഴക്ക് ദിശകൾ ഉത്തമമാണ്. അതിൽ വടക്ക് കിഴക്ക് ദിശ വളരെ ശുഭമാണ്. ഈ ദിശയിൽ തുളസി നട്ടാൽ വീടിന്റെ അന്തരീക്ഷം അനുകൂലമാകും. ശുഭഫലങ്ങൾ ലഭിക്കും. തുളസിയെ മുറ്റത്ത് നട്ടാൽ വളരെ ശുഭമാണ്. തുളസി ചെടിയെ ഒരിക്കലും തെക്ക് കിഴക്ക് ദിശയിൽ നടാൻ പാടില്ല. അത് അഗ്നികോണാണ്. അവിടെ നട്ടാൽ തുളസി പെട്ടെന്ന് ഉണങ്ങിപ്പോകും. തുളസി ചെടിയെ ഒരിക്കലും ഇരുട്ടിൽ വെക്കാൻ പാടില്ല. വൈകുന്നേരം അതിനടുത്ത് വിളക്ക് കൊളുത്തണം. അതുപോലെ തുളസി ചെടിക്ക് ചുണ്ണി തീർച്ചയായും കെട്ടണം. ചുണ്ണിയില്ലാതെ തുളസി അപൂർണമാണ്. തുളസി ചെടിയിൽ പച്ചവളകൾ, ചുവപ്പ് അല്ലെങ്കിൽ വെളുത്ത നൂൽ കെട്ടണം. പക്ഷേ തുളസിയെ ഒരിക്കലും ഒഴിഞ്ഞു കിടക്കാൻ അനുവദിക്കരുത്. തുളസി ഇലകൾ പറിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കത്തി പോലുള്ള മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തുളസി ഇലകൾ പറിക്കരുത്. വിരലുകൾ കൊണ്ട് മാത്രം പറിക്കുക. തുളസി ചെടിയുടെ തണ്ടുകൾ ഒരിക്കലും പറിക്കരുത്. കുറച്ച് സമയമെടുത്താലും തുളസിയുടെ ഓരോ ഇലയും മാത്രമേ പറിക്കാവൂ. ആവശ്യമുള്ളത്ര മാത്രം എടുക്കുക. ഇലകൾ പറിക്കുമ്പോൾ നഖങ്ങൾ ഉപയോഗിക്കരുത്. അതുകൊണ്ട് സ്ത്രീ സൗഭാഗ്യം നശിക്കും, ദൗർഭാഗ്യം വരും. ഏകാദശി ദിവസം തുളസി ഇലകൾ ഒരിക്കലും പറിക്കരുത്. ഏകാദശിക്ക് ഒരു ദിവസം മുമ്പേ തുളസി ഇലകൾ പറിച്ചു വെക്കണം. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം സമയത്ത് തുളസിയെ തൊടരുത്. ഏത് ദിവസം വൈകുന്നേരം തുളസി ഇലകൾ പറിക്കരുത്. വൈകുന്നേരം തുളസി നിദ്രാവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഇലകൾ പറിക്കുന്നത് പാപമാണ്. പഴയ ഉണങ്ങിയ തുളസി ഇലകൾ ഒരിക്കലും വലിച്ചെറിയരുത്. മണ്ണിൽ കുഴിച്ചിടണം, അല്ലാതെ ഓടയിലോ മാലിന്യ കൂമ്പാരത്തിലോ ഇടരുത്. ഞായറാഴ്ച തുളസിക്ക് വെള്ളം ഒഴിക്കരുത്. അന്ന് ഇലകളും പറിക്കരുത്. തുളസിക്ക് വെള്ളം ഒഴിക്കാൻ ശുദ്ധമായ വെള്ളം മാത്രം ഉപയോഗിക്കണം. മലിനമായതോ ബാക്കിയുള്ളതോ ആയ വെള്ളം ഒഴിക്കരുത്.
തുളസിച്ചെടി അബദ്ധവശാൽ മലിനമായ സ്ഥലത്ത് നടരുത്. പല സ്ത്രീകളും തുളസിയെ അശുദ്ധമായ സ്ഥലത്ത് നടാറുണ്ട്. ഉദാഹരണത്തിന് എന്റെ അടുത്ത് അല്ലെങ്കിൽ ബാത്റൂമിൽ, അത്തരം സ്ഥലങ്ങളിൽ തുളസി നടരുത്. ഇത് തുളസിയിൽ മലിനജലം വീഴാൻ ഇടയാക്കും. ഇത് വളരെ അശുഭകരമാണ്. മലിനജലം തുളസിയിൽ വീണാൽ തുളസി അശുദ്ധമാകും. കുളിക്കാതെ തുളസിക്ക് വെള്ളം ഒഴിക്കരുത്. ഏത് സ്ത്രീയാണോ തുളസിക്ക് വെള്ളം ഒഴിക്കുന്നത്, അവർ കുളിച്ച് നെറ്റിയിൽ സിന്ദൂരം ധരിച്ച ശേഷം മാത്രമേ ഒഴിക്കാവൂ. അപ്പോൾ മാത്രമേ തുളസി മായ അത് സ്വീകരിക്കുകയുള്ളൂ. അവിവാഹിതർക്കോ ഭർത്താവില്ലാത്തവർക്കോ സിന്ദൂരം ധരിക്കേണ്ട ആവശ്യമില്ല. തുളസി ചെടി ഒരിക്കലും ഉണങ്ങാൻ പാടില്ലെന്ന് ഓർക്കുക. ഇത് ഒരു അശുഭകരമായ സൂചനയാണ്. തുളസി ഉണങ്ങിയാൽ വീട്ടിൽ നെഗറ്റീവ് ഊർജം ഉണ്ടെന്നാണ് അർത്ഥം. അതുകൊണ്ട് ഉടൻ തന്നെ വാസ്തുപരിഹാരങ്ങൾ ചെയ്യണം. വ്യാഴാഴ്ച തുളസി ചെടിയിൽ പച്ചപ്പാൽ ഒഴിച്ചാൽ ലക്ഷ്മി ദേവി വളരെ പ്രസന്നയാകും. വീട്ടിൽ നിന്ന് ദാരിദ്ര്യവും അശാന്തിയും നീങ്ങും. വ്യാഴാഴ്ച വാഴച്ചെടിയോടൊപ്പം തുളസിയെയും പൂജിക്കണം. ഇത് അപാരമായ ധനസമ്പത്ത് നൽകും. അതൊരിക്കലും ചെലവല്ല. വാഴപ്പഴത്തിൽ ഭഗവാൻ വിഷ്ണുവും തുളസിയിൽ മാതാ ലക്ഷ്മിയും വസിക്കുന്നു. അതുകൊണ്ട് വ്യാഴാഴ്ച ഇവയെ പൂജിക്കണം. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവി സത്യഭാമയോട് തുളസിക്ക് വെള്ളം ഒഴിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞു. നിങ്ങൾക്ക് ഈ കഥ എങ്ങനെ തോന്നി? കമന്റ് ചെയ്ത് തീർച്ചയായും പറയുക. വിവരങ്ങൾ നന്നായി തോന്നുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കമന്റിൽ ജയ് ശ്രീകൃഷ്ണ എന്ന് തീർച്ചയായും എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ആത്മീയ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. നന്നായി തോന്നുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കമന്റിൽ ജയ് ശ്രീകൃഷ്ണ എന്ന് തീർച്ചയായും എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ആത്മീയ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.